ഹായ് ഡേ എന്റെ ഏട്ടൻ. നമസ്കാരം. സുഖവാസം കഴിഞ്ഞ് ഫസ്റ്റ് വീഡിയോ. എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നാട്ടോ ഭയങ്കര സന്തോഷായി. ഒരിക്കലും പ്രതീക്ഷയില്ല, കണ്ണു തള്ളിപ്പോയി. വേറെ ആളുകൂടെ ഉണ്ട്. എന്തായിരുന്നാലും ഒന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. 60 കോടിയുടെ വീട് കണ്ടു, കീഴടക്കി. എന്നാലും 60 കോടിയൊക്കെ കൊച്ചുണ്ടാക്കിയല്ലോ കേട്ടോ. ജസ്നയുടെ വീട് ഞങ്ങൾ കണ്ടു, ജസ്നയെ കണ്ടു. ജസ്നയുടെ വീടിന്റെ ചുറ്റുപാട് 60 കോടിയുടെ വീട് അത്ഭുതത്തോടെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണതിന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നതിന് കാരണം കേട്ടോ. ഒരു എക്സ്പ്ലനേഷൻ വേണല്ലോ. താങ്ക് യു. ഇതിൽ ഞാൻ കണ്ണനോടാട്ടോ താങ്ക്സ് പറയുന്നത്. കാരണം നിരപരാധിത്വം തെളിഞ്ഞൊരു മനുഷ്യൻ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒട്ടും പ്രതീക്ഷയില്ല. ശരിക്കും ഞാൻ കണ്ണു തള്ളിപ്പോയിട്ടോ. ഇവിടെ വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് ടീച്ചറെ കൂട്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടീച്ചറെ വീട്ടിൽ വന്നതാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ടീച്ചറോട് ഇങ്ങനെ ജസ്നയുടെ വീട്ടിൽ നമുക്ക് പോവാം. അങ്ങനെ വന്നു കണ്ടു, കീഴടക്കി. നമുക്ക് ആരോടും സ്ഥായിയായിട്ട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഏതൊരു മനുഷ്യനും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരാളെ വിമർശിക്കാം. നമുക്ക് എന്താണോ തോന്നുന്നത്, ശരി എന്ന് തോന്നുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരുത്തുക എന്നുള്ളത് മാനുഷികമായിട്ടൊരു ധർമ്മമാണ്. അല്ലാതെ ജസ്നയോട് കാലാകാലവും വിരോധം വെച്ച് പുലർത്തണം. ഇപ്പൊ ജസ്നയോട് ഇഷ്ടമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരും കരുതണം എന്നതിലൂടെ നമുക്ക് യോജിപ്പില്ല. ഇപ്പൊ ഞാനും ബൈജുവും വന്ന് കണ്ടു, ഒരു കൃത്യമായിട്ടൊരു ഗ്ലാസിനകത്ത് വരയ്ക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നില്ല, കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുന്നു. 60 കോടിയുടെ വീട്, കോടികൾ ഉണ്ടാക്കി കൂടി കുത്തിതാ ഇവിടെ മൊത്തം പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഒന്ന് കാണിച്ചു ജസ്റ്റ് അവിടെ. ഇതാണ് 60 കോടിയുടെ വീട്. 60 കോടിയുടെ വീടാണ്. ഒരു കാലത്ത് ഉണ്ടാവും. കൂടുതൽ ഒന്നും പറയാനൊന്നുമില്ല മാന്യ പ്രേക്ഷകരെ. കാരണം നമ്മൾ ഇപ്പോൾ ജസ്നയ്ക്കെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് എനിക്ക് അവരോട് തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം തെറ്റ് ആരെടുത്ത് സംഭവിച്ചാലും നമ്മൾ എല്ലാം തികഞ്ഞവരല്ലല്ലോ നമ്മളാരും. നമ്മളെടുത്തൊക്കെ ഒരുപാട് ഒന്നും തെറ്റ് ചെയ്യാത്തവനുണ്ട് നമ്മളെ കാണുന്നത്. തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. യേശുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ എന്നെ കല്ലെറിയട്ടെ എന്നുള്ളത്. അപ്പം നമ്മളൊന്നും എല്ലാവരും തികഞ്ഞവരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ജസ്നയ്ക്ക് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റെന്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളായിട്ടൊക്കെ സംസാരിച്ചതിന്റെ പേരിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി അവർക്ക് പറ്റിയ തെറ്റ് ബോധ്യപ്പെട്ട് ആ തെറ്റ് തിരുത്താൻ തയ്യാറായി തിരുത്തി മുന്നോട്ട് വരുമ്പോൾ വീണ്ടും അവരെ ദ്രോഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരമല്ല. അത് നമ്മൾ വീണ് കിടക്കുന്നവനെ ചവിട്ടുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരമല്ല. നമ്മൾ വീണ് കിടക്കുന്നവന് കൈ കൊടുത്ത് എണീപ്പിച്ചിട്ട് നമ്മുടെ തുല്യ ശക്തിമാൻ, അത് നമുക്കനുസരിച്ചുള്ള ശക്തിമാൻ ആയാൽ മാത്രമേ അയാളോട് തല്ലാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ അയാളോട് വഴക്കടിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ സംസ്കാരം അതാണ്. അതുകൊണ്ട് ജസ്നയെ നമ്മൾ ദ്രോഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ജസ്ന പല സമയത്തും പറയാറുണ്ട്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ബോധ്യപ്പെടൂ എന്നുള്ളത്. അത് ഡയറക്റ്റ് വന്ന് ഇവിടെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ജസ്നയുടെ 2 മക്കളൊക്കെ ഉണ്ട്, കുഞ്ഞു മക്കളാണ്. ആ മക്കളൊക്കെ അവരൊന്നും കണ്ണിൽ നോക്കിയിട്ട് നമുക്ക് ഇപ്പം അന്ന് ഞാൻ ചെയ്ത വീഡിയോസ് തന്നെ കണ്ടിട്ടുള്ള മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, ജസ്നയെ നിങ്ങളെല്ലാവരും വന്ന് കാണുമ്പോൾ ജസ്ന പറഞ്ഞതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. അവർക്ക് ചെറിയൊരു പിഴ പറ്റി, ആ പിഴ അവർ മാറ്റിയിട്ടുണ്ട്. അതെ, തിരുത്തി കഴിഞ്ഞാൽ വീണ്ടും അവരെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ എന്നെ ബന്ധപ്പെട്ട് ഇന്നും ജസ്നയെ ദ്രോഹിക്കുന്ന, അതല്ലെങ്കിൽ ജസ്നയ്ക്കെതിരെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ മറ്റ് സഹോദരിമാരുണ്ട്. അവരോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലെ തന്നെയാണ് ജസ്നയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ എന്താണോ അത് തന്നെയാണ് അവരും. അതുകൊണ്ട് അവർക്ക് വന്ന തെറ്റ് തിരുത്തുമ്പോൾ ആ തിരുത്തി കണ്ടറിഞ്ഞ് നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അറിയുന്ന തൊഴിൽ ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നവരെയാണ് നമുക്ക് വേണ്ടത്. ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരെ അല്ല. നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഒരു ആണിനെ കണ്ടാ പിന്നാലെ കൂടി തല്ലുക, അതല്ലെങ്കിൽ പോക്സോ വ്യാജമായിട്ട് കേസുകൾ കൂടെ. ഇപ്പൊ ഇവർക്കെതിരെയുള്ള ആരോപണമൊക്കെ എന്താ, വ്യാജമായിട്ട് ഇവർ ഒരുപാട് കേസ് കൊടുത്തു എന്നൊക്കെയാണല്ലോ. അപ്പൊ അതിലും അല്പ കാര്യങ്ങൾ ജസ്നയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു, മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ടീച്ചറെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ജസ്നയുടെ വീട് തൊട്ടടുത്താണെന്ന് പറഞ്ഞപ്പോൾ അവിടെയും കൂടെ പോവാന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദ്രോഹിക്കുന്നവരോട് പറയാനുള്ളത്, ഹിന്ദു നാമത്തിലിരുന്നു കൊണ്ട് ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ എന്ന ആ ഒരു വ്യാഖ്യാനത്തോടു കൂടി സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ സിംഹങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, തെറ്റ് പറ്റിയത് തിരിച്ചറിഞ്ഞ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടുള്ള നമ്മുടെ സഹോദരിയെ
ചേർത്ത് പിടിക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി ഞങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ ചെയ്തോ, നോ പ്രോബ്ലം. അതൊന്നും വിഷയമില്ല. ഒരു മനുഷ്യനെ കല്ലെറിയാൻ കിട്ടുന്ന അവസരത്തില് ആ കല്ലെറിയാതെ തന്നെ അവരുടെ തെറ്റ് തിരുത്തി അവർ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കിട്ടുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും സാധിക്കില്ല അതൊന്നും. മനുഷ്യന്മാരാണ്, എല്ലാവർക്കും തെറ്റും കുറ്റവും ഒക്കെ സംഭവിക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് കുറ്റം, അറിയാതെ ചെയ്യുന്നത് തെറ്റും. ആ തെറ്റൊരാൾ തിരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കുക. കാരണം നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല, ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്തവരുമല്ല. പക്ഷെ ഒരാളെ ജീവിതകാലം മുഴുവനും വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അത് മാനുഷികമല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ വന്നു, കണ്ടു, ഈ വീടിന്റെ അവസ്ഥ കണ്ടു. ഇപ്പൊ ഞങ്ങൾ ഒരു ചാരിറ്റി ഞങ്ങളിങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ ജസ്ന പറഞ്ഞത്, എനിക്ക് കൈയുമുണ്ട്, കാലുമുണ്ട്, ആരോഗ്യവുമുണ്ട്, എനിക്ക് സൗജന്യം ഞാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം. അങ്ങനത്തെ ആത്മാഭിമാനമുള്ള സ്ത്രീകളെ ഈ രാജ്യത്തിന് അനിവാര്യമാണ്, ആവശ്യമാണ്. അവരെ പിടിച്ചു നിർത്തുക എന്നത് നമ്മുടെ ധർമ്മമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനും ജസ്നയ്ക്ക് ആദ്യം അനുകൂലിച്ചു, പിന്നീട് ജസ്നയെ പ്രതികൂലിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. ബൈജുവും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ വന്ന് കണ്ടപ്പോൾ 60 ലക്ഷവുമില്ല, 6 ലക്ഷവുമില്ല, 6 കോടിയുമില്ല, 60 കോടിയുമില്ല. ഇവിടുത്തെ പരിതാപകരമായ സാഹചര്യം ഞങ്ങൾ നന്നായിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് നിൽക്കുന്നത്. സന്തോഷമായില്ലേ? സന്തോഷായി. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അത്രേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ ബൈജേട്ടൻ പറഞ്ഞു അങ്ങനെ പറയരുത്, മാപ്പും കോപ്പൊന്നും പറയരുത്. കോടികളുടെ അസറ്റ് കാണാൻ വേണ്ടിയല്ല, ഞങ്ങൾ ആ കോടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോ ബൈജുവിന്റെ കൂടെ ജാമിന ടീച്ചർ വന്ന് കാമുകനും കാമുകിയും വന്ന് എന്ന് പറഞ്ഞിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ഊളന്മാരെ ഞങ്ങളെ ഹണി ട്രാപ്പിൽ പെടുത്തിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ജസ്ന പെങ്ങളാണ്, അത് മരണം വരെ അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങൾ ആര് എന്ത് രൂപത്തിലേക്ക് ഏത് കണ്ണിൽ കണ്ടാലും ഞങ്ങൾക്കതൊരു വിഷയമല്ല. യെസ്, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.